അതിനിടയിൽ നമുക്കൊക്കെയുള്ള ചെറുതും വലുതുമായ തർക്കങ്ങളെ മറികടക്കാനുള്ള ആത്മബലവും മഹിമയും നമ്മൾ കൂടി കാണിക്കണം. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതനിരപേക്ഷവാദികൾക്കിടയിലുള്ള തർക്കം തീർന്നിട്ട് വേണമല്ലോ വർഗീയതയ്ക്കെതിരെ സമരം ചെയ്യാൻ. മതനിരപേക്ഷവാദികൾ ആരാണ് പരിശുദ്ധനെന്ന് തീരുമാനമായിട്ടില്ല. ഇപ്പോഴും പരിശുദ്ധിയുടെ അളവിങ്ങനെ എടുക്കുകയാണ്. ഫാഷിസ്റ്റുകൾ അങ്ങേറ്റത്തെത്തി, ഇനി ഒന്നും ബാക്കിയില്ല. എങ്കിലും നമുക്കിടയിൽ ഈ ശുദ്ധി പരിശോധന അവസാനിക്കാതിരിക്കുകയും നമ്മൾ ഈ ശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ബ്രാഹ്മണിക്കായ, ഞാൻ അതുകൂടി പറയും, ഈ സിദ്ധാന്ത ശുദ്ധി എന്നൊക്കെ പറയുന്നത് തികഞ്ഞ ബ്രാഹ്മണ്യവാദമാണ്. ആ ബ്രാഹ്മണിക്കായ ഒരു ശുദ്ധിബോധം വച്ച് പുലർത്തുകയും വികസിച്ചു വരേണ്ട ജനകീയമായ ഐക്യത്തെ നാനാനിലയിൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ തന്നെ ആത്മരതി അവസാനിപ്പിച്ച് നമ്മൾ ഏകീകൃതമായൊരു സമരമുഖത്ത് യോജിച്ച് നിൽക്കണം. നമ്മുടെ മതനിരപേക്ഷ പ്രവർത്തനങ്ങൾ നേരിടുന്ന അടിസ്ഥാനപരമായ ഒരു പരിമിതിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് നമ്മുടെ ദേശീയതാ വ്യവഹാരം എന്ന് പറയുന്ന ഒന്നിനെ വളരെ ആഴത്തിലൊന്നും അഭിസംബോധന ചെയ്യുന്നില്ല എന്നതാണ്. പലപ്പോഴും വർഗീയതയുടെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന നിലയിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആചാരരൂപങ്ങൾ എന്ന നിലയിലോ ഒക്കെ വിമർശന വിധേയമാക്കാൻ ശ്രമിക്കുകയും അതിനെല്ലാം പിന്നിലുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു അവബോധ രൂപീകരണത്തിൻ്റെ ഒരു അടിത്തറയെ മിക്കവാറും സ്പർശിക്കാതെ കടന്നു പോവുകയും ചെയ്യുന്നതാണ് നമ്മുടെ മതനിരപേക്ഷ വിമർശനത്തിൻ്റെ വലിയൊരു പങ്കും. ആകമാനമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വലിയൊരു പങ്കും അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഭൂതകാലത്തെ ആകമാനം മതാത്മകമാക്കാനും ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ യുക്തിയിലേക്ക് അതിനെ ഉൾച്ചേർക്കാനും ഉപയുക്തമായ ധാരണകളുടെ ഒരു വലിയ ലോകം വാസ്തവത്തിൽ 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ രൂപപ്പെടുന്നുണ്ട്. വിശദമായി അതിൻ്റെ ചരിത്രം പറയാതെ ഞാൻ 1-2 കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ മതവൽക്കരണം തുടങ്ങുന്നത് വലിയൊരളവോളം സാമ്രാജ്യത്വ ചരിത്ര വിജ്ഞാനത്തിൽ നിന്നാണ്. അവർ രൂപപ്പെടുത്തിയ പ്രാചീന ഇന്ത്യയുടെ ഹൈന്ദവതലം, മധ്യകാല ഇന്ത്യയുടെ ഇസ്ലാമികത തുടങ്ങിയ ആശയങ്ങൾ ഒക്കെ അടിസ്ഥാനപരമായി ഒട്ടുമേ വസ്തുതാപരമല്ലാത്തതാണ്. അങ്ങനെ പ്രാചീന ഇന്ത്യക്കൊരു ഹൈന്ദവ സ്വരൂപമോ മധ്യകാല ഇന്ത്യക്ക് ഒരു ഇസ്ലാമിക സ്വരൂപമോ ഒന്നും ചരിത്രത്തിലില്ല. പക്ഷേ അത് സാമ്രാജ്യത്വ ചരിത്രവിജ്ഞാനം പറഞ്ഞുറപ്പിച്ചു. ഏതാണ്ട് 1 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ സർവകലാശാലകളുടെ പാഠ്യപദ്ധതിയുടെയൊക്കെ ഭാഗമായി അത്തരം ആശയങ്ങൾ നിലനിന്നു. പൊതുബോധത്തിലേക്ക് വലിയ തോതിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടു. ഇതിന് പിന്നാലെ പൗരസ്ത്യവാദികളും ദേശീയവാദികളും ഒക്കെ ചേർന്ന് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് പലതരത്തിലുള്ള, ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി. ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ ഒരു സുവർണവൽക്കരണം, ഒരു തരത്തിലുള്ള ഗ്ലോറിഫിക്കേഷൻ, മഹത്വവൽക്കരണം പൗരസ്ത്യവാദികളുടെ വിജ്ഞാന വ്യവസ്ഥയിലൂടെ ഉണ്ടായി. പൗരസ്ത്യവാദികൾ ആരോപിച്ച ഈ മഹത്വത്തെയും സാമ്രാജ്യത്വ ചരിത്ര വിജ്ഞാനം ഉണ്ടാക്കിയ മതപരമായ ഭൂതകാല വിഭജനത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് ദേശീയതാബോധത്തിൻ്റെ ഒരു പുതിയ വ്യവഹാരമണ്ഡലം ഉണ്ടായി വരികയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് വാസ്തവത്തിൽ 19-ാം നൂറ്റാണ്ടിലെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് വിശാലാർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ദേശീയതാബോധത്തെ ഇന്ത്യൻ ദേശീയതയുടെ സഹജമായ സ്വഭാവമായി മനസ്സിലാക്കാൻ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകൾക്കും കഴിയുന്ന സ്ഥിതിയുമുണ്ടായി. ഈ വൈരുദ്ധ്യം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഹിന്ദു പോളിറ്റി എഴുതുന്ന KP ജയ്സ്വാൾ, കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരാൾ തന്നെയാണ് പ്രാചീന വേദങ്ങളിൽ കാണുന്ന സഭകൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രാഥമിക രൂപങ്ങളാണ് എന്ന വാദം ഉയർത്തുന്നത്. അല്ലെങ്കിൽ ദേശീയ ചരിത്രകാരൻ എന്ന നിലയിൽ വലിയ പ്രാധാന്യം നേടിയ RC മജുംദാറാണ്
ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് ജനവിഭാഗങ്ങളാണ്. പരസ്പര ഉള്ള ഒരുമിച്ചുള്ള ജീവിതം പോയിട്ട് പരസ്പര സഹകരണം പോലും സാധ്യമല്ലാത്ത നിലയിലായിരുന്നു ഇവർ എന്ന വാദം ഉയർത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതേ വാദം 1923 ഹിന്ദുത്വയിൽ സവർക്കർ ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് 40കളാവുമ്പോൾ ജിന്ന ഇതേ വാദം ആവർത്തിക്കുന്നുണ്ട്. രണ്ട് രാഷ്ട്രങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന വാദം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മതവർഗീയതയുടെ പ്രതിനിധികൾ, മതരാഷ്ട്രവാദത്തിൻ്റെ പ്രതിനിധികൾ ഉയർത്തുന്ന ഇതേ വാദത്തിൻ്റെ ബീജരൂപങ്ങളോ ചിലപ്പോൾ പ്രത്യക്ഷ പ്രകൃതം തന്നെയോ നമ്മുടെ ദേശീയതാബോധത്തിൻ്റെ ഉള്ളിലും നന്നായിട്ട് വേരോടിയിട്ടുണ്ട്. അതിപ്പോൾ ഒരുപാട് പേരെ കാണാം. ആർ കെ മുഖർജിയിലോ R.C. മജുംദാറിലോ KP ജയ്സ്വാളിലോ അന്നത്തെ ചരിത്രചിന്തയുടെ വലിയൊരു വിഭാഗം ആളുകൾ ഏറെക്കുറെ, ഒരുപക്ഷെ ഇതിനോട് 40 50കൾക്ക് മുമ്പ് ഇതിനോട് ഇടയാൻ ശ്രമിച്ച 2-3 പേരേ ഉള്ളൂ. ഒന്ന് താരാചന്ദിനെ പോലെ ഒരാൾ, മറ്റൊന്ന് മുഹമ്മദ് ഹബീബിനെ പോലെ ഒരാൾ, ഇർഫാൻ ഹബീബിൻ്റെ പിതാവ് മുഹമ്മദ് ഹബീബിനെ പോലെ ഒരാൾ നെഹ്റു തന്നെയാണ്. നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വാസ്തവത്തിൽ ഇന്ത്യൻ ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമത്തോടുള്ള ഒരു വലിയ സമരത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ആലോചിക്കപ്പെട്ടതാണ്. പക്ഷേ അത്തരം ശ്രമങ്ങൾക്കൊന്നും ഇന്ത്യയുടെ പൊതുബോധത്തിൽ കാര്യമായ സ്വാധീനം ഉളവാക്കാൻ കഴിഞ്ഞില്ല. മതാത്മകമായ ഈ ദേശീയതാ ഭാവന ചരിത്രബോധം എന്ന നിലയിൽ ഇന്ത്യയിൽ വേരുപിടിക്കുകയും ഇന്ത്യൻ പൊതുബോധത്തിൽ വളരെ ആഴത്തിൽ അത് മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ഇതിനെ ചലഞ്ച് ചെയ്യാൻ, ഇതെന്താണെന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദേശീയ ഭാവനയുടെ കൂടി ഭാഗമായിട്ട് വരികയാണ്. ഈ ദേശീയ ഭാവനയെ അതിൻ്റെ അടിസ്ഥാന പ്രകൃതത്തിൽ ചലഞ്ച് ചെയ്യാനായിട്ട് വാസ്തവത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് ഏറെയൊന്നും കഴിഞ്ഞില്ല. ഗാന്ധിയുടെ ഒരു സവിശേഷ ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കലായി ഇൻക്ലൂഷന് വേണ്ടിയുള്ള ശ്രമം കുറേയൊക്കെ നടന്നു. അതിൽ കുറച്ചൊരു വിജയം നേടാനും കഴിഞ്ഞു. പക്ഷേ ഗാന്ധിക്കും ഇന്ത്യൻ ദേശീയതയുടെ സാംസ്കാരിക മൂലധനത്തെ മതനിരപേക്ഷമാക്കുക എന്ന വലിയ അജണ്ട ഏറ്റെടുക്കാൻ കഴിയണ്ടായില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. ഞാനതൊരു കുറ്റമായിട്ട് പറയല്ല, അദ്ദേഹം ബോധപൂർവം ചെയ്തു എന്ന് പറയല്ല. പക്ഷേ ഈ പ്രക്രിയ അരങ്ങേറിയില്ല. നാസർ അത് കുറച്ച് സൂചിപ്പിക്കുകയുണ്ടായി, സമാന്തരമായിട്ട് നടന്നു. ഞാൻ കരുതുന്നത് സമാന്തരം എന്നതിനേക്കാൾ ഇത് നമ്മുടെ പൊളിറ്റിക്കലായ ഇൻക്ലൂഷൻ്റെ ഉള്ളിലും ഈ കൾച്ചറലായ ഒരു എക്സ്ക്ലൂഷൻ ദേശീയതയുടെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൂതകാലത്തെ രൂപപ്പെടുത്തിയ ധാരാളമായ കൊടുക്കൽ വാങ്ങലുകൾ, പങ്കുവയ്ക്കലുകളുടെ ദീർഘമായൊരു ചരിത്രം, ആ ചരിത്രം നമ്മുടെ പൊതുബോധത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നു എന്നതാണ്. ഉദാഹരണത്തിന്, ഇന്ത്യ ഒരു കുടിയേറ്റ സമൂഹമാണ് എന്ന് ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷം പേരും തിരിച്ചറിഞ്ഞിട്ടേയില്ല. അത് 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ കുടിയേറ്റം ഏതാണ്ട് 14,000-നും 12,000-നും വർഷത്തിനിടയിൽ കിഴക്കൻ ഏഷ്യയിൽ നിന്നും അതുപോലെ പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നും ഉണ്ടായ കുടിയേറ്റം. ആ കുടിയേറ്റമാണ് ഇൻഡസ് വാലി അടക്കമുള്ള സംസ്കാരങ്ങളെ സൃഷ്ടിച്ചത്. ഏതാണ്ട് 5,000 കൊല്ലം മുമ്പുള്ള ആര്യന്മാരെന്ന് വിളിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിൽ നിന്നോ മറ്റോ പുറപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ കുടിയേറ്റം. ഈ കുടിയേറ്റത്തിൻ്റെ പിൽക്കാല കൂടിക്കലർച്ചകൾ, അതിന് പിന്നാലെ വന്ന ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ, മുഗളന്മാർ, തുർക്കികൾ, ഇങ്ങനെ എത്രയോ വിഭാഗങ്ങൾ ഏതെല്ലാം കാലങ്ങളിൽ കൂടിച്ചേർന്നാണ് ഒരു ജനത എന്ന നിലയ്ക്ക് ഇന്ത്യ ഉരുത്തിരിഞ്ഞു വരുന്നത്, ഇന്ത്യൻ ജീവിതം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ ഒരു ഉരുത്തിരിയലിൻ്റെ ചരിത്രം വാസ്തവത്തിൽ നമ്മുടെ പൊതുബോധത്തിലില്ല. നമ്മുടെ പൊതുബോധത്തിൽ മിക്കവാറും ഈ സാമ്രാജ്യത്വ ചരിത്ര വിജ്ഞാനം ഉണ്ടാക്കിയ ഇന്ത്യയുടെ പ്രാചീന ഘട്ടം ഹൈന്ദവാണെന്നും മധ്യകാല ഇസ്ലാമികാണെന്നും ഇവ തമ്മിൽ വലിയ സംഘർഷങ്ങളായിരുന്നു എന്നും മതപരമായി വിഭജിക്കപ്പെട്ട നിലയിലാണ് ഇന്ത്യയുടെ ഭൂതകാലം നിലനിന്നത് എന്നുമുള്ള ഇമ്പീരിയലിസ്റ്റായ ഒരു ചരിത്ര വിജ്ഞാനം ഉണ്ടാക്കിയ ധാരണയെ ദേശീയ അബോധമായി, ദേശീയതയുടെ ഒരു സാംസ്കാരിക അബോധമായി നിലനിർത്തിക്കൊണ്ടാണ് ആധുനിക ഇന്ത്യ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയമായിരിക്കെ തന്നെ വർഗീയമായിരിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത സ്ഥിതി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ കൂടുതൽ വന്നു. ഈ കലർപ്പിനെ നമുക്ക്, കലർപ്പെന്നുള്ളതിനേക്കാൾ നല്ല വാക്ക് പങ്കുവയ്പ്പ് എന്നുള്ളതാണ്. ധാരാളമായി ഈ കാര്യം അക്കാലത്ത് ചിലരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള.
കേസരിയുടെ ചരിത്ര വിചാരത്തിൻ്റെ മൗലികമായ പ്രാധാന്യം അത് ഈ ദേശീയത എന്ന സങ്കല്പത്തെ അതിൻ്റെ സാംസ്കാരിക അടിസ്ഥാനത്തിൽ ഉടനീളം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു എന്ന കാര്യമാണ്. നമ്മുടെ ഓണത്തെക്കുറിച്ചാകട്ടെ, നമ്മുടെ കളമെഴുത്തിനെക്കുറിച്ചാകട്ടെ, നമ്മുടെ ചുമർചിത്രകലയെക്കുറിച്ചാകട്ടെ, ഇതിൻ്റെയൊക്കെ മധ്യപൗരസ്ത്യമായ വേരുകൾ, മധ്യേഷ്യൻ വേരുകളൊക്കെ കണ്ടെത്തി എങ്ങനെയാണ് ഈ കൂടിക്കലരലുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, കളമെഴുത്തിൻ്റെ രേഖാ സമ്പ്രദായം പ്രാചീന പേർഷ്യൻ ചിത്രകലയിൽ നിന്ന് അജന്തയിലേക്ക് എത്തുകയും അജന്തയിൽ നിന്ന് കൈമാറി നമ്മുടെ വീട്ടുമുറ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ധൂളീചിത്രങ്ങളുടെ രേഖാ സമ്പ്രദായം മാറുകയും ചെയ്തു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പൊതുചരിത്രബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസരി എന്തോ ഭ്രാന്ത് പറയുന്നു എന്ന നിലയിലാണ് അതിനെ കണ്ടത്. ഇങ്ങനെ എത്രയെങ്കിലും കാര്യങ്ങൾ, ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയല്ല. അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ജീവിതത്തിൽ തന്നെയുള്ള നാം ഉൾക്കൊണ്ടിരിക്കുന്ന ബഹുസ്വരവും വൈവിധ്യപൂർണവുമായ ജീവിതത്തിൻ്റെ ഉള്ളടക്കത്തെ നമ്മുടെ ഒരു അനുഭവ മൂല്യമായിട്ട് മാറ്റിയെടുക്കാൻ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് ഒട്ടും കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ആധുനികരാകുന്നത് തന്നെ അബോധാത്മകമായി വർഗീയ സ്വത്വത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് എന്ന് വരുന്നത്. ഇതാണ് പ്രശ്നം. നമ്മൾ മോഡേൺ ആണ് എന്ന് കരുതുന്നു. ഈ മോഡേൺ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ കമ്മ്യൂണലായ ഒരു സാംസ്കാരിക അബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നതാണ് പ്രശ്നം. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുക എന്നതാണ് ഒരർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്നതിനെ സംബന്ധിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഇപ്പോൾ നടക്കുന്ന മതനിരപേക്ഷ പ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തന രീതി അത്രയൊന്നും പര്യാപ്തമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാംസ്കാരിക ഭൂതത്തിൻ്റെ ഈ ഔട്ടർ മാനിഫെസ്റ്റേഷൻസ് അത് ഇപ്പോൾ ഹിന്ദുത്വം നിൽക്കുന്നത്, ഇപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഇദ്ദേഹം ഇവിടെ നാസറിവിടെ ചൂണ്ടിക്കാണിച്ച ഷൈമുകളുടെ നിരീക്ഷണത്തിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യയിൽ ഹിന്ദുത്വം RSSും ഒക്കെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ തിരിച്ചടിയെ മറികടക്കാൻ ഹിന്ദുത്വത്തിന് ഏറ്റവും വലിയ മൂലധനം നൽകിയത് അടിയന്തരാവസ്ഥ കൂടിയാണ്. അടിയന്തരാവസ്ഥയുടെ ലോങ് ടൈം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതൊരു സെമി ഫാസിസ്റ്റ് ഭരണകൂടം ഉണ്ടാക്കി എന്നതൊന്നുമല്ല. അതിനേക്കാളൊക്കെ വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 25 കൊല്ലം പിൻവാങ്ങി നിന്ന് RSSന് സോഷ്യൽ ലെജിറ്റിമസി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി അത് മാറി. ജയപ്രകാശ് നാരായണനെ മുൻനിർത്തിയിട്ട് ജനകീയമായൊരു പ്രതിരോധത്തിൻ്റെ മറ സൃഷ്ടിച്ചുകൊണ്ട് RSS ഇന്ത്യൻ സോഷ്യൽ ലൈഫിൽ വീണ്ടും വേരുപിടിക്കുന്ന ആദ്യത്തെ സന്ദർഭം അടിയന്തരാവസ്ഥയാണ്. ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ 2.5 കൊല്ലക്കാലം നടത്തിയ അർദ്ധ ഫാസിസ്റ്റ് ഭരണത്തെക്കാളൊക്കെ എത്രയോ മാരകമായ ഇമ്പാക്റ്റാണ് ഈ RSSൻ്റെ സോഷ്യൽ ലെജിറ്റിമൈസേഷന് വഴിയൊരുക്കി എന്നതിലൂടെ ഉണ്ടാക്കിയത്. അത് 25 കൊല്ലം നിശബ്ദമായിരുന്നു, ഏറെക്കുറെ നിശബ്ദമായിരുന്നു. ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡൊമൈനിൽ അവരുടെ സാന്നിധ്യവും ദുർബലമായിരുന്നു. പക്ഷേ കൾച്ചർ ഡൊമൈനിൽ ഇല്ല കേട്ടോ. കൾച്ചർ ഡൊമൈനിൽ അപ്പോഴും ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. നമ്മൾ പൊളിറ്റിക്കലി വളരെ വിജിലൻ്റ് ആണെന്ന് കരുതുമ്പോഴും ഈ ഘടകത്തെ നമുക്ക് നേരിടാൻ പറ്റുന്നില്ല. ഇത് നേരിടാൻ കഴിയുന്ന മട്ടിൽ നമ്മുടെ ഭൂതകാലത്തിൽ നിലീനമായ ബഹുസ്വരതയോട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ? ഞാനിത് പറയുന്നത് താർക്കികമായിട്ടല്ല, അനുഭവപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? നാം ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ അടരിലുമുള്ള ഈ പങ്കുവയ്പ്പിൻ്റെ ദീർഘമായ ഒരു ചരിത്രത്തെ ഒരനുഭവ മൂല്യം എന്ന നിലയ്ക്ക് നാട്ടിലെ സാധാരണ മനുഷ്യരുടെ നിത്യജീവിതത്തിൻ്റെ പ്രതലങ്ങളിലേക്ക് എത്ര കൊണ്ടുവരാൻ കഴിയും എന്നത് സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ ഇതിൻ്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻസിനോട് നടത്തുന്ന RSSനോടോ വിശ്വ ഹിന്ദു പരിഷത്തിനോടോ BJPയോടോ പോലുള്ള അതിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളോട്, ഞാൻ ആ സമരം അപ്രധാനമാണെന്ന് പറയല്ല, ആ സമരങ്ങളോടൊപ്പം തന്നെ 3 പ്രതലങ്ങളിൽ ഈ സമരത്തെ നാം കൂട്ടിയിണക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിലൊന്ന് ഈ രാഷ്ട്രീയ രൂപങ്ങളോട്, ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിരന്തരമായ സമരം എന്നതാണ്. മറ്റൊന്ന് ഈ പറഞ്ഞ തലാണ്. ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര തല അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ബലമെന്ന് പറയുന്നത് അത് ഹിന്ദുത്വം എന്ന നിലയിൽ ആർജിക്കുന്നതല്ല, അത് ദേശീയതാ വ്യവഹാരം എന്ന നിലയിൽ ആർജിക്കുന്നതാണ്. ഇന്ത്യയിൽ അത് പണിക്കർ മാഷ് പണ്ട് ഞങ്ങളുടെ വൈസ് ചാൻസലറായിരിക്കുമ്പോൾ മാഷ് പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ കഴിയില്ല. വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ കഴിയില്ല. അതിന് കാരണമായിട്ട് മാഷ് പറയണത് ജാഥയിലും വേണ്ടത്ര വർഗീയവാദികളുണ്ടായിരിക്കും എന്നതാണ്.
അത് വർഗീയവാദികൾ ജാഥയിൽ നുഴഞ്ഞു കയറി എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മതനിരപേക്ഷമായി ജീവിക്കുന്നു എന്ന് കരുതുന്നവരുടെ ബോധ്യങ്ങൾക്കുള്ളിൽ വർഗീയതയുടെ അടിസ്ഥാന യുക്തി ഉണ്ടാവും. ആ യുക്തി ഞാൻ നേരത്തെ പറഞ്ഞ 19-ാം നൂറ്റാണ്ടിലെ ഇമ്പീരിയലിസ്റ്റ് ചരിത്ര വിജ്ഞാനവും പൗരസ്ത്യവാദ വ്യവഹാരവും അവയെ കൂട്ടിയിണക്കിക്കൊണ്ട് ദേശീയതാ വ്യവഹാരം സൃഷ്ടിച്ചെടുത്ത ഭൂതബോധമാണ്. ആ ഭൂതബോധം പോയിട്ടില്ല. ഇപ്പോൾ നോക്കൂ, ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്നറിയോ? സാമ്രാജ്യത്വ ചരിത്ര വിജ്ഞാനം ഉണ്ടാക്കി. അപ്പോൾ ജെയിംസ് മില്ലാണ് 1818 ഇന്ത്യൻ ഭൂതകാലത്തെ എന്താ പറയുക 12-ാം നൂറ്റാണ്ട് വരെ ഹിന്ദു പീരീഡെന്നും പിന്നെ മുസ്ലിം പീരീഡെന്നും ഒക്കെ വേർതിരിക്കുകയും ഇവ 2 രാഷ്ട്രങ്ങളാണ്, അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് ജനവിഭാഗങ്ങളാണ്, അവർക്കിടയിൽ വലിയ സംഘർഷമാണ് എന്നൊക്കെ വാദിക്കുകയും ചെയ്യുന്നത്. ഈ വാദഗതി അടിസ്ഥാനപരമായി ഈ വാദഗതിയാണ് ഇന്നും ഹിന്ദുത്വത്തിൻ്റെ ബേസിക് പൊസിഷൻ. ഹിന്ദുത്വം ബേസിക്കായി സ്വീകരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 ജനവിഭാഗങ്ങളാണ്, അവർക്കിടയിൽ സംഘർഷമുണ്ട്. മുസ്ലിങ്ങൾ അധിനിവേശകരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വാദം ആദ്യം വയ്ക്കുന്നത് ഈ ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫേഴ്സാണ്. അവരുടെ ടെക്സ്റ്റുകളിലാണ് നമ്മളിത് കാണുന്നത്. അതിൻ്റെ ഇങ്ങേയറ്റത്ത് ഇപ്പോൾ ടിപ്പു സുൽത്താൻ മതഭ്രാന്തനാണ് എന്നതും ഈ സാമ്രാജ്യ ചരിത്രകാരന്മാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാക്കിയെടുത്ത ഒരു നെറേറ്റീവാണ്. ഈ നെറേറ്റീവൊക്കെ തുടരുന്നു. ഞങ്ങൾ പറയുന്നത് 2 നൂറ്റാണ്ടിന് ശേഷവും 1818 ഈ ജെയിംസ് മില്ലിൻ്റെ പുസ്തകം വരുന്ന കാലം, 1818 തന്നെയാണ് മാക്സ് മുള്ളറുടെ പുസ്തകം വരുന്ന കാലം, ഇന്ത്യ വാട്ട് ക്യാൻ ഇറ്റ് ടീച്ചസ് എന്നുള്ള പുസ്തകം വരുന്നത്. 2 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 2 നൂറ്റാണ്ടിന് ശേഷവും സാമ്രാജ്യ അധിനിവേശത്തിൻ്റെയും കൊള്ളയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും വർഗീയ വിരുദ്ധതയുടെയും ഒക്കെ ഇത്രയും സുദീർഘമായ പ്രവർത്തനങ്ങൾക്ക് ശേഷവും ഈ 2 നൂറ്റാണ്ടിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ആശയങ്ങളുടെ അടിസ്ഥാനം ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. അതിപ്പോഴും ആഴത്തിൽ വേര് പിടിച്ച് നമ്മുടെ പൊതുബോധത്തിലുണ്ട്. ഞാൻ പൊതുബോധത്തിലുണ്ടെന്ന് പറയുന്നത് ഇവിടെ സെമിനാർ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾക്കുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പൊതുബോധത്തിലുണ്ട്. ഇന്ത്യൻ പൊതുബോധത്തിൻ്റെ ചരിത്രധാരണ എന്താണ്? ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ ചരിത്രധാരണ ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ ചരിത്രധാരണയാണ്, അല്ലെങ്കിൽ ദേശീയവാദം ഉണ്ടാക്കിയ ചരിത്രധാരണയാണ്. ആ ചരിത്രധാരണ ഞാനീ പറഞ്ഞതുപോലെ 2 ആധാരങ്ങളിൽ ഊന്നിയാണ് നിൽക്കുന്നത്. ഒന്ന് ഭൂതകാലത്തിൻ്റെ മതവൽക്കരണം, 2 ആ മതത്തെ മുൻനിർത്തിയുള്ള സംഘർഷങ്ങളുടെ ചരിത്രം എന്ന യുക്തി. ഇതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഒറ്റതിരിഞ്ഞ ശ്രമങ്ങൾ അവിടെയായി നടന്നെങ്കിലും ആ ശ്രമങ്ങൾ അത്യന്തം ദുർബലമായി മിക്കവാറും അത് അക്കാദമിക തലങ്ങളിൽ അവസാനിച്ചു എന്നല്ലാതെ അക്കാദമിക തലത്തിലുള്ള ഈ ധാരണകളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒട്ടുമേ കഴിഞ്ഞില്ല. കുറച്ചു കാലം മുമ്പ് റൊമില ഥാപ്പറും രൺബീർ ചക്രവർത്തിയും തമ്മിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ രൺബീർ ചക്രവർത്തി ഥാപ്പറോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ത്യയിലെ ചരിത്ര വിജ്ഞാനത്തിൻ്റെ വളർച്ചയിൽ താങ്കൾക്ക് തൃപ്തിയുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാന കാര്യം, ചരിത്ര വിജ്ഞാനത്തിൻ്റെ വളർച്ച തൃപ്തികരമാണ്, താരതമ്യേന റിഗറസായ ഒരു ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പ് നമുക്കുണ്ടായി. പക്ഷേ ആ ചരിത്ര വിജ്ഞാനത്തെ പൊതുബോധത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൽ നമ്മൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇപ്പം നമ്മൾ ഇന്ന് ഒരു സെക്യുലർ ഹിസ്റ്ററി എന്ന് പറയുന്നതിന് ഏതാണ്ട് ഒരു 75 കൊല്ലത്തെ ചരിത്രമുണ്ട്. ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നതിന് 200 കൊല്ലത്തെ ചരിത്രമുണ്ട്. ഈ 200 കൊല്ലത്തെ ചരിത്രമുള്ള ഇമ്പീരിയൽ ഹിസ്റ്ററിയുടെ അതുണ്ടാക്കിയ അടിസ്ഥാന ബോധ്യങ്ങൾ തന്നെയാണ് മഹാഭൂരിപക്ഷം മനുഷ്യരിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണ മനുഷ്യരിൽ മാത്രമല്ല, അല്ലെങ്കിൽ അറിവില്ലാത്തവരെന്ന് കരുതുന്ന ആളുകളിൽ മാത്രമല്ല, അറിവുള്ളവരിലും പ്രവർത്തിക്കുന്ന അതാണ് ഈ പ്രശ്നം. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന മേഖല ഒരു വൈജ്ഞാനിക പ്രശ്നമല്ല, മറിച്ച് അടിസ്ഥാനപരമായി ഇന്ത്യയുടെ ആധുനിക രാഷ്ട്രീയ പൗരബോധത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ഘടകത്തിൻ്റെ മണ്ഡലത്തിൽ കാര്യമായ എതിർപ്പുകളില്ല. നമ്മളുടെ സെക്യുലർ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, കമ്മ്യൂണൽ മാനിഫെസ്റ്റേഷൻസ്, പൊളിറ്റിക്കൽ ഡൊമൈനിലെ കമ്മ്യൂണൽ ഫോംസിനെതിരെയാണ് ഏറിയും കുറഞ്ഞും നമ്മൾ സമരം നടത്തുന്നത്. അത് അനിവാര്യവുമാണ്, ആവശ്യവുമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആവശ്യമാണ് ഈ പറയുന്ന അവബോധ രൂപീകരണത്തിൻ്റെ തലത്തിലുള്ള, അഥവാ ദേശീയതാ വ്യവഹാരത്തിൻ്റെ തലത്തിലുള്ള വലിയ പ്രതിരോധങ്ങൾ രൂപപ്പെടുത്തുക എന്നത്. നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. മൂന്നാമത്, നമ്മുടെ സമകാലികമായ വർഗീയ സന്ദർഭത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സുപ്രധാനമായി പരിഗണിക്കേണ്ട ഒരു ഘടകം നിയോ ലിബറൽ മൂലധന താല്പര്യങ്ങളും വർഗീയതയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. അതിനെ വിട്ടുകളയാനൊന്നും പാടില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, 2014 അദാനിയുടെ ആസ്തി 57,000 കോടി രൂപയാണ്. 57,000 കോടി രൂപ. 2025 അവസാനം വരുന്ന കണക്കിൽ 9.5 ലക്ഷം കോടി രൂപയാണ് 57,000-ൽ നിന്ന്.
97,000 1,00,000 താഴെ കോടി റുപ്യ ഉണ്ടായിരുന്ന അംബാനിയുടെ ആസ്തി 2025 ആകുന്ന സമയത്ത് 9,75,000 കോടി രൂപയായി. ഏതാണ്ട് 20 ലക്ഷം കോടി റുപ്യയാണ് ഈ രണ്ട് കുത്തകകൾ കൈയാളുന്നത്. ആ 20 ലക്ഷം കോടി റുപ്യയിൽ 17 ലക്ഷം കോടി റുപ്യയും ഈ കഴിഞ്ഞ 11 വർഷത്തെ സമ്പാദ്യമാണ്. മുസോളിനി ഫാഷിസത്തെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ മുസോളിനി പറയുന്നത്, നമ്മൾ പറയുന്ന സാധാരണ യുക്തികളൊന്നുമല്ല മുസോളിനി പറയുന്നത്, മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണ്ണമായ താദാത്മ്യമാണ് ഫാഷിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂലധന താല്പര്യങ്ങൾക്ക് പരിപൂർണമായി കീഴ്പ്പെടുന്ന, അഥവാ മൂലധനത്തെ സമ്പൂർണമായി ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന, അതാണ് ഇപ്പോൾ ലേബർ കോഡുകൾക്കെതിരായ സമരം വരെയായി നമ്മൾ ഇന്നലെ കണ്ട പണിമുടക്കായിട്ട് മാറുന്നത്. ഇങ്ങനെ മൂലധന താല്പര്യങ്ങളെ, നിയോ ലിബറൽ മൂലധന താല്പര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ടും എന്നാൽ അതുണ്ടാക്കുന്ന വിനാശകരമായ ആധിപത്യങ്ങളെ ചെറുക്കാൻ ഒരുപക്ഷെ പൊതുസമൂഹത്തിന് വലിയ ഉത്കണ്ഠകളൊന്നും തോന്നാത്ത മട്ടിലും, ഇപ്പോൾ ഇന്നലത്തെ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ നമ്മുടെ വലിയ നേതാക്കൾ പറയുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു ഏർപ്പാടല്ലേ എന്ന് പറയുകയാണ്. നമുക്ക് ഫാഷിസത്തെക്കുറിച്ചുള്ള എത്ര ദുർബലമായ ധാരണയ്ക്ക് പുറത്താണിത് പറയാൻ പറ്റുക. കാരണം ഈ ലോകത്ത് ഫാഷിസം നോക്കുക, 929 വമ്പിച്ച മൂലധന തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് 30കളിൽ ഫാഷിസം വേരുപിടിച്ചത്. അല്ലാതെ ശൂന്യാകാശത്ത് വെറുതെ ഹിറ്റ്ലർ ഇറങ്ങി വന്നതൊന്നുമല്ല. 30കളിലെ വമ്പിച്ച സാമ്പത്തിക തകർച്ചയാണ് ഈ ഫാഷിസത്തെ ഉണ്ടാക്കിയതെങ്കിൽ 2008 ശേഷമുള്ള ലോക സമ്പദ് വ്യവസ്ഥയിലെ വലിയ തലകീഴ്മറിയലാണ് ഇന്ന് ലോകമെമ്പാടും വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട്. ഇങ്ങനെ സാമ്പത്തികമായൊരു ഭീമാകാരമായ അടിസ്ഥാനം ഫാഷിസ്റ്റ് വളർച്ചകൾക്കും വലതുപക്ഷത്തിൻ്റെ അതിതീവ്രമായ വളർച്ചയ്ക്കും പിന്നിലുണ്ട്. ഈ ഘടകത്തെ കൂടി നമ്മുടെ ഫാഷിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ സെക്കുലർ പരിശ്രമങ്ങളിൽ ഉൾച്ചേർക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ ഈ 3 ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര വ്യവഹാരത്തോട് ഏറ്റുമുട്ടുന്ന ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം. ഈ ബ്രാഹ്മണ്യം അതേപടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടതല്ല ഇന്ന് കാണുന്ന ബ്രാഹ്മണ്യം. പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് പഴയ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു തുടർച്ചയല്ല. അവ തമ്മിൽ നിർണായകമായ ചില വ്യത്യാസങ്ങളുണ്ട്. നാസർ അതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ഒരു തരത്തിലുള്ള പുതിയ സ്വത്വബോധത്തെ ഉണ്ടാക്കിയെടുക്കാനും ആ സ്വത്വബോധത്തെ അഭിമാനകരമായ ഒന്നായി സ്വയം ഉൾക്കൊള്ളാനും ഒക്കെ പര്യാപ്തമായ ഒരു പുതിയ അന്തരീക്ഷം ദേശീയതാ വ്യവഹാരത്തിന് അകത്തേക്ക് ബ്രാഹ്മണ്യത്തെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണ്യവും ദേശീയതാ വ്യവഹാരവും തമ്മിൽ കൈകോർത്ത് നിൽക്കുന്ന ഒരു പുതിയ അന്തരീക്ഷത്തിലാണ് പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഘടകങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയതാ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാന സ്വരൂപത്തെ ഒരു ഭാഗത്ത്, പൊളിറ്റിക്കലായിട്ടുള്ള കമ്മ്യൂണലിസത്തിൻ്റെ വർഗീയതയുടെ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളെ രണ്ടാമതൊരു ഭാഗത്ത്, ഫാഷിസ്റ്റുകളുടെ നിയോ ഫാഷിസത്തിൻ്റെ സാമ്പത്തിക യുക്തികളെ മൂന്നാമതൊരു ഭാഗത്ത്, ഈ 3 തലങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു സമരമുഖം വികസിപ്പിക്കാനായിട്ട് നമുക്ക് എത്രത്തോളം കഴിയും എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് രൂപപ്പെട്ട ഏറ്റവും സുപ്രധാനമായ 2-3 തത്വങ്ങളെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അതിലേറ്റവും പഴക്കമുള്ള ഒന്നാണ് ഫ്രഞ്ച് വിപ്ലവം നൽകിയ ജനാധിപത്യ സങ്കല്പം. അത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ 3 വാക്കുകളാണ് ബുർഷ്വാ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ആധാര തത്വങ്ങളായത്. ഇതേക്കുറിച്ചുള്ള ഏറ്റവും മൗലികമായ ഒരു വിമർശനം ഉന്നയിച്ചത് സമീർ അമീനാണ്. സമീർ അമീൻ പറഞ്ഞൊരു കാര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് ബുർഷ്വാസി ജനാധിപത്യത്തെ നിർവചിക്കുന്നുണ്ട്, ആധുനികതയെ നിർവചിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ബുർഷ്വാസിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബുർഷ്വാസി ചരിത്രപരമായി മുമ്പോട്ട് കൊണ്ടുപോയത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി അല്ല. കാരണം സ്വാതന്ത്ര്യം എന്നതൊക്കെയാണ്, സമത്വവും സാഹോദര്യവും ബുർഷ്വാസിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഏറ്റെടുത്താൽ പിന്നെ ബുർഷ്വാസി ഉണ്ടാവില്ല. അതുകൊണ്ട് ബുർഷ്വാസിക്ക് സമത്വം എന്തിനുള്ള സ്വാതന്ത്ര്യം? അതുകൊണ്ട് ബുർഷ്വാസി പൂർത്തിയാക്കിയ വിപ്ലവം ഏതാണ്? സമീർ അമീൻ രസമായിട്ട് പറയുന്നുണ്ട്. സമീർ അമീൻ പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി അല്ല, അമേരിക്കൻ റവല്യൂഷൻ്റെ മുദ്രാവാക്യമാണ്. അതെന്താണ്? ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കൻ റവല്യൂഷൻ്റെ മുദ്രാവാക്യത്തിൽ ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യം? സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യം. വാസ്തവത്തിൽ 19-ാം നൂറ്റാണ്ടിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ തകരാറ് അത് ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്ന്, വ്യക്തി സ്വാതന്ത്ര്യം എന്നതിൽ നിന്ന് സാഹോദര്യ ഭാവനയെയും അതുപോലെ സമത്വഭാവനയെയും എടുത്തു മാറ്റി എന്നതാണ്.
സമത്വവും സാഹോദര്യവും ഇല്ലെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം എന്നത് അംബേദ്കർ പറയുന്ന ഔപചാരികമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമായിത്തീരും. ഔപചാരികമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മിക്കവാറും സ്വാതന്ത്ര്യം പോലും അല്ലാണ്ടാവുകയും ചെയ്യും. അംബേദ്കർ അത് പറയുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന വലിയ വെല്ലുവിളിയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സാമുദായിക ഭൂരിപക്ഷം അല്ലെങ്കിൽ വർഗീയ ഭൂരിപക്ഷം കൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ 14 ലോക്സഭയിൽ UP-യിൽ നിന്ന് 80 പേരുണ്ട്. UP-യിലെ ജനസംഖ്യ 20 കോടിയാണ്. അതിൽ 20% മുസ്ലിങ്ങളാണ്. എന്ന് വെച്ചാൽ 4 കോടിക്കടുത്ത് മുസ്ലിങ്ങളുണ്ട്. ഈ 80 പേരിൽ ഒറ്റ ആളുണ്ടായിരുന്നില്ല മുസ്ലിമായിട്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രാതിനിധ്യപരമായി ഉൾക്കൊള്ളലാകുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞു പിടിച്ച് പുറത്താക്കലാണ്. തെരഞ്ഞു പിടിച്ച് പുറത്താക്കുകയാണ്. ഇല്ല, ഇപ്പം ഇന്ത്യയിലെ നിയമ സംവിധാനത്തിനകത്ത് ഒരു മുസൽമാനായ മന്ത്രിയില്ലല്ലോ. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യത്തിൻ്റെ യുക്തിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ ജനാധിപത്യം, അംബേദ്കർ അതുകൊണ്ട് അന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ ജനാധിപത്യത്തെ ഒരു തൃത്വമായിട്ട് കാണണം. അത് പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി, എക്കണോമിക് ഡെമോക്രസി. ഈ 3 തത്വങ്ങളെ ഉറപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 49 നവംബർ 25 വൈകുന്നേരം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു എ സിസ്റ്റം വെയർ 1 man 1 vote ആൻഡ് 1 vote 1 value. ഒരാൾക്കൊരു വോട്ടും ഓരോ വോട്ടിനും തുല്യ മൂല്യവുമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബട്ട് സ്റ്റിൽ വി ആർ ഫാർ അവേ ഫ്രം ക്രിയേറ്റിംഗ് എ സിസ്റ്റം വെയർ 1 man 1 value. എല്ലാ മനുഷ്യർക്കും തുല്യമൂല്യമുണ്ടോ എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ ചോദ്യം. എല്ലാ വോട്ടിനും തുല്യമൂല്യമുണ്ടോ എന്നുള്ളതല്ല. എല്ലാ വോട്ടിനും തുല്യമൂല്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ ഒരു പ്രവർത്തന യുക്തിയാണ്. ആ പ്രവർത്തന യുക്തിയിൽ മാത്രം ജനാധിപത്യം നിന്നാൽ ജനാധിപത്യം മെജോറിറ്റേറിയനസ് ആവും. ഇന്ത്യയിൽ സംഭവിച്ചതാണ്. ഈ എക്കണോമിക് ഡെമോക്രസിയെയും സോഷ്യൽ ഡെമോക്രസിയെയും ഡെമോക്രസിയിൽ നിന്ന് പുറത്താക്കിയതോടെ ജനാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭൂരിപക്ഷം ഉണ്ടാക്കലാണ്. ആ രാഷ്ട്രീയ ഭൂരിപക്ഷമാകട്ടെ മതാത്മക ഭൂരിപക്ഷമാകാനോ വർഗീയ ഭൂരിപക്ഷമാകാനോ ഒരു പ്രയാസം ഇവിടെയില്ല. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് അർത്ഥപൂർണമാകണമെങ്കിൽ സോഷ്യൽ ഡെമോക്രസിയെയും എക്കണോമിക് ഡെമോക്രസിയെയും അതിൽ കൂട്ടിയിണക്കണം എന്ന് അദ്ദേഹം വളരെ മുമ്പേ സൂചിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ 75 വർഷത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഇത് കൂടുതൽ ദുർബലമായുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സോഷ്യലിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കോമാളിയാണെന്നല്ലേ തോന്നുള്ളൂ. അല്ലാതെ സോഷ്യലിസം, സ്ഥിതി സമത്വം എന്ന ആശയം ഇപ്പോൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ എവിടെയെങ്കിലും സ്ഥിതി സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മൂല്യം കിട്ടുമോ? ആ നിലയിലേക്ക് എത്തി. 75 വർഷത്തെ ജനാധിപത്യത്തിൻ്റെ വേര് മുറിഞ്ഞുപോയ സ്ഥലങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇത് ഞാൻ മാർസിനെ ഉദ്ധരിച്ചിട്ടൊന്നുമല്ല കേട്ടോ പറയണത്, അംബേദ്കർ ഉദ്ധരിച്ചിട്ട് പറയുകയാണ്. നമ്മുടെ വ്യവസായങ്ങൾ ദേശസാൽക്കരിക്കണമെന്നും കൃഷിഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്യണമെന്നും നിർദ്ദേശിച്ച ഒരാളായിരുന്നു അംബേദ്കർ. ഭരണഘടനാ അസംബ്ലി അത് പരിഗണിച്ചില്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നതിനെ തന്നെ ഉള്ളുപൊള്ളയായ ഒരു ഭൂരിപക്ഷ യുക്തിയായിട്ട് പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യം പ്രവർത്തിച്ചത്. അതിൻ്റെ അനന്തരഫലം അപ്പം അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭൂരിപക്ഷം ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രം നിലനിന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം രണ്ടും അർത്ഥശൂന്യമാണ്. അവിടെ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം. അദ്ദേഹം പറയുന്നത് സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്താണ്? മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുള്ള ന്യൂനപക്ഷത്തിൻ്റെ അവകാശമാണ്. സമത്വമില്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ചൂഷണ നിർബാധം നടത്താം, തടസ്സമില്ല. മറിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാണെങ്കിൽ വ്യക്തികളുടെ ഇച്ഛകൾക്ക് ഇടയുണ്ടാവില്ല. അതുകൊണ്ട് സമത്വവും സ്വാതന്ത്ര്യവും കോംപ്ലിമെൻ്ററിയാണ്, രണ്ടല്ല. ഇത് രണ്ടും ചേർന്നാലേ ഇതിനർത്ഥമുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, പക്ഷേ സമത്വവും സ്വാതന്ത്ര്യവും അങ്ങനെ ലളിതമായി തമ്മിൽ ചേർന്ന് നിൽക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യബോധം സമൂഹത്തിൻ്റെ സമത്വഭാവനയുമായിട്ട് പൊരുത്തപ്പെടില്ല. പലപ്പോഴും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിക്കും, അത് സമൂഹത്തിൻ്റെ സമത്വഭാവനയോട് ചേരില്ല. സമൂഹത്തിൻ്റെ സമത്വഭാവന ഡോമിനേറ്റ് ചെയ്താൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യബോധം അതിൽ ദുർബലപ്പെടും. ഇതിന് പരിഹാരമായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആശയമാണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അംബേദ്കറായിട്ട് കൂട്ടിച്ചേർത്ത സുപ്രധാനമായ ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുണ്ട്. 46 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ബാക്കിയൊക്കെ ഉണ്ട്. അതിലില്ലാത്തൊരു സുപ്രധാനമായ പോയിൻ്റ് അംബേദ്കർ ചേർത്തത് ഫ്രറ്റേണിറ്റി എന്ന ആശയം.
ഫ്രറ്റേണിറ്റി, ദാറ്റ് മീൻസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. സാഹോദര്യം, അദ്ദേഹം പറഞ്ഞത് ഈ സമത്വവും സാഹോദര്യവും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആഴത്തിൽ വേരുപിടിക്കണമെങ്കിൽ, അതിനിടയിലുള്ള വൈരുദ്ധ്യം സഹജമായി പരിഹരിക്കപ്പെടണമെങ്കിൽ ആ സമൂഹത്തിന് സാഹോദര്യ ഭാവന അടിസ്ഥാനപരമായിട്ട് വേണം. സാഹോദര്യ ഭാവനയ്ക്ക് ഇതിനെ സ്വാഭാവികമായിട്ട് മറികടക്കാൻ കഴിയും. അംബേദ്കർ പറയണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ നിർത്തേണ്ടി വരും സമത്വം സംരക്ഷിക്കാൻ. സ്വാതന്ത്ര്യത്തിൽ നിന്ന് സമത്വത്തെ സംരക്ഷിക്കാനും സമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും പോലീസും ഏർപ്പെടുത്തേണ്ടി വരും. അത് സഹജമായി തീരുക ഈ സാഹോദര്യ ഭാവനയിലാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, സാഹോദര്യമെന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായും, ജനാധിപത്യത്തിൻ്റെ കാതൽ ഏതാണ്? ലിബർട്ടി, ഇക്വാലിറ്റി അല്ല, ഫ്രറ്റേണിറ്റിയാണ്. ദാറ്റ് മീൻസ് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ പൊസിഷൻ കൂടിയാണ്, ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ മാത്രമല്ല. ഇന്ത്യയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഇതിനൊരു എത്തിക്കൽ പൊസിഷനായിട്ട്. ഇപ്പോൾ ജീൻ റസ് എന്ന് പറയുന്ന അമർത്യാസെനോടൊപ്പം ഒക്കെ പ്രവർത്തിച്ച എക്കണോമിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം 3 തരം യുക്തികളെയും അതുണ്ടാക്കുന്ന 3 തരത്തിലുള്ള സാമൂഹ്യ വിശ്വാസ രൂപങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അന്ധവിശ്വാസം, അന്ധമായ വിശ്വാസം. ഈ അന്ധമായ വിശ്വാസത്തിൻ്റെ പുറകിലുള്ളത് ഇറാഷണാലിറ്റിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അയുക്തിയാണ്, യുക്തിരാഹിത്യമാണ്, അത് അന്ധവിശ്വാസമായി തീരും. ജിൻറസൈന് കൊടുക്കുന്ന ഉദാഹരണങ്ങൾ നല്ല രസമുള്ളതാട്ടോ. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഒരു പരീക്ഷാ ഹാളിൽ പേപ്പറെല്ലാം കൊടുത്തിട്ട് കുട്ടികളോട് എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങളാരും നോക്കി എഴുതരുത് എന്ന് പറഞ്ഞ അധ്യാപകൻ അപ്പുറത്തെ സ്റ്റാഫ് റൂമിൽ പോയിരുന്നാൽ കുട്ടികൾ നിശ്ചയമായിട്ടും നോക്കി എഴുതും. മുതിർന്നവർ നോക്കി എഴുതും കേട്ടോ, കുട്ടികളെക്കാൾ നന്നായി നോക്കി എഴുതും. നോക്കി എഴുതുന്നില്ല എന്ന് അഭിനയിച്ചിട്ട് നോക്കി എഴുതാൻ പറ്റുന്ന ആളുകളുടെ പേരാണ് ഈ മുതിർന്നവർ എന്നുള്ളത്. കുട്ടികൾ അത്ര അങ്ങനെയല്ല, അവർ നോക്കി എഴുതും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ബ്ലൈൻഡ് ട്രസ്റ്റാണ്, അന്ധമായൊരു വിശ്വാസമാണ്, ഇറാഷണലാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് രസമുള്ളൊരു കാര്യമാണ്, അതായത് അദ്ദേഹം അതിനെ കാൽക്കുലേറ്റഡ് റാഷണാലിറ്റി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കാൽക്കുലേറ്റഡ് റാഷണാലിറ്റി? അദ്ദേഹം കൊടുക്കുന്ന ഉദാഹരണം, നിങ്ങൾ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുന്നു, എതിരെ വരുന്ന ആളും ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുന്നു. അയാളും ആലോചിച്ചാണ് ഓടിക്കുന്നത്, നിങ്ങളും ആലോചിച്ചാണ് ഓടിക്കുന്നത്. കാരണം നിങ്ങൾ ഇടതുവശത്തൂടെ ഓടിക്കുമ്പോൾ എതിരെ വരുന്ന ആളും ഇടതുവശത്തൂടെ ഓടിച്ചാൽ അപകടം ഉണ്ടാവില്ല. ആ യുക്തി അതിൽ അദ്ദേഹം കൊടുക്കുന്നത് ഈ ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി എന്നാണ്, ഉപകരണപരമാണ്. ആ യുക്തിയിലുള്ളതൊരു ഉപകരണപരതയാണ്. അത് നിങ്ങളുടെ വ്യക്തിപരമായൊരു സുരക്ഷയെ ഉറപ്പാക്കും. അത് ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്, അത് ഇൻസ്ട്രുമെൻ്റലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത് ജനാധിപത്യം ഇത് രണ്ടുമല്ല. ജനാധിപത്യം ഒരു എത്തിക്കൽ ട്രസ്റ്റാണ്, അതൊരു സോഷ്യൽ റാഷണലാണ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് എത്തിക്കൽ ട്രസ്റ്റ്? അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു സ്ഥലത്ത് നിങ്ങൾ 5 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 5 മണിക്ക് ചെല്ലുന്നു. എന്തുകൊണ്ട് ചെല്ലുന്നു? മറ്റു ചിലർ അവിടെ 5 മണിക്ക് വരും എന്നതുകൊണ്ട്. കേരളത്തിൽ ഈ പ്രശ്നമില്ല കേട്ടോ, 5 മണിക്ക് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അതാണ് കേരളത്തിൻ്റെ ഒരു ഗുണം. അപ്പം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. പൊതുവിൽ കഴിയുന്നത്ര ഞാൻ സമയത്ത് ചെല്ലാൻ ശ്രമിക്കുക. 5 മണിയുടെ യോഗത്തിൽ 5 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ സംഘാടകർ ആദ്യം ചോദിക്കുന്ന, മാഷ് നേരത്തെ വന്നില്ലേ എന്നാണ്. 5 മണിക്കേ ചെന്നിട്ടുള്ളൂ, 5:30 കഴിഞ്ഞിട്ട് ചെല്ലേണ്ടതുള്ളൂ എന്ന് നമുക്ക് പൊതുസമ്മതമുണ്ട്. അത് പോട്ടെ. അപ്പം അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എത്തിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ 5 മണിക്ക് ചെന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് അപകടമൊന്നും ഉണ്ടാവില്ല, നിങ്ങളാരും ചോദ്യം ചെയ്യില്ല. പക്ഷേ മറ്റു ചിലർ വരും എന്ന കരുതലിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. ഈ ക്രമപ്പെടുത്തലിൻ്റെ പിന്നിലുള്ള യുക്തിബോധത്തെയാണ് സോഷ്യൽ റാഷണാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നത്. അതുണ്ടാക്കുന്ന വിശ്വാസമൂല്യമാണ് എത്തിക്കൽ ട്രസ്റ്റ് എന്ന് പറയും. അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ആധാരം എത്തിക്കൽ ട്രസ്റ്റാണ്. കാൽക്കുലേറ്റഡ് ട്രസ്റ്റ് അല്ല, ബ്ലൈൻഡ് ട്രസ്റ്റും അല്ല, എത്തിക്കൽ ട്രസ്റ്റാണ്. ഈ എത്തിക്കൽ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തെ നമ്മളൊരു പൊളിറ്റിക്കലായ മെക്കാനിസം മാത്രമായിട്ട് കാണുകയും അതിൻ്റെ പിന്നിലുള്ള, ഇപ്പം അംബേദ്കർ തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ള ആശയമാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ജനാധിപത്യമൊന്നും കൊണ്ടു നടക്കാൻ പറ്റിയൊരു സമൂഹമേ അല്ല. കാരണം 12,000 കൊല്ലമായിട്ട് ജാതി കൊണ്ടു നടന്ന് അസമത്വത്തെ സ്വാംശീകരിച്ചൊരു സമൂഹമാണ്. മനുഷ്യർ തുല്യരല്ലാന്ന് 100-ൽ 100 പേർക്കും ബോധ്യമുള്ളൊരു സമൂഹമാണ് ഇന്ത്യ. തുല്യരല്ലാന്ന്. അതിനിടയിലാണ് മനുഷ്യരുടെ ഇക്വാലിറ്റി, ലിബർട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അദ്ദേഹം രസമുള്ളൊരു വാക്കൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ് ഇത് പടുത്തുയർത്തിയത് എന്ന് പറയുന്നതാണ്. ഇന്ന് ചാണകത്തിന് ഈ അർത്ഥമായിട്ടില്ല, എന്നാലും അംബേദ്കർ അത് കൗഡങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചാണകക്കൂനയ്ക്ക് മുകളിലാണിതെന്ന്. ഭാവി എങ്ങനെ വരുന്നു പറഞ്ഞുകൂടാല്ലോ.
അദ്ദേഹം അന്നങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ അടിസ്ഥാനം, അതായത് നമ്മുടെ ഈ മതനിരപേക്ഷതാ ബോധത്തിൽ നിലീനമായിരിക്കുന്ന ഒരു ദൗർബല്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ അംബേദ്കർ ഡ്രസ്സ് പറയുന്ന എത്തിക്കൽ ട്രസ്റ്റ് എന്ന് പറയുന്ന തലത്തിലേക്കോ അംബേദ്കർ മുമ്പോട്ട് വെച്ച ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു തലത്തിലേക്കോ നമുക്ക് നമ്മുടെ ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം ഇത് വളരെ പൊളിറ്റിക്കലായ മാനുവറിങ്ങിൻ്റെ മാത്രം പ്രശ്നമാണ്, രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യേണ്ട. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സെക്കുലർ കക്ഷികളെല്ലാം കൂടി ചേർന്ന് ഐക്യമുന്നണി ഉണ്ടാക്കി മത്സരിച്ച് മറ്റേതിനെ തോൽപ്പിക്കുക, അതോടെ സെക്കുലറിസം രക്ഷപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കുക. നോക്കൂ, തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടൊന്നും വർഗീയത തോക്കില്ല. തെരഞ്ഞെടുപ്പ് 952 4 സീറ്റേ ഉള്ളൂ. ഗാന്ധിവാദത്തിന് ശേഷം 42 4 സീറ്റേ ഉള്ളൂ. 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം 2 സീറ്റേ ഉള്ളൂ. മുരളി മനോഹർ ജോഷിയും വാജ്പേയിയും മാത്രം. ബാക്കി എല്ലാവരും തോറ്റു. പക്ഷേ 2020 ആകുമ്പോൾ 3-2 ഭൂരിപക്ഷമായി. ഇത് പൊടുന്നിനെ പൊട്ടി മുളയ്ക്കുന്നതൊന്നുമല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ആധുനികമായ ഒരു ആധാരത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വർഗീയതയുടെ മതാത്മകമായ രാഷ്ട്രബോധത്തിൻ്റെ വളരെ ആഴത്തിലുള്ള ഒരു ഉള്ളടക്കമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് ആധുനികമായ ഒന്നാണ്. ഇത് ആധുനികമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനോട് നേരിടാൻ പറ്റൂ. അതായത് ഇപ്പോൾ ബിപിൻ ചന്ദ്ര വർഗീയതയെക്കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഗീയത ഒരു മോഡേൺ ഫിനോമിനാണ്. അദ്ദേഹം പറയുന്നത് എന്താണ് വർഗീയത എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ വളരെ ഫങ്ഷണലായ ഒരു വിശദീകരണമുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിൽ പെട്ടവർ, ഒരു കൂട്ടം ആളുകൾ ഒരേ മതത്തിൽപ്പെട്ടവരാണെന്നുള്ളത് കൊണ്ട് അവരുടെ സാംസ്കാരികവും സാമൂഹ്യവും മതപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ ഒന്ന് തന്നെയാണ് എന്ന് അവരും പൊതുസമൂഹവും കരുതുന്നതാണ് വർഗീയത. നിങ്ങളുടെ മതം കൊണ്ട് നിങ്ങളുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ, സോഷ്യൽ ഐഡൻറ്റിറ്റിയെ, എക്കണോമിക് ഐഡൻറ്റിറ്റിയെ എല്ലാറ്റിനെയും നിങ്ങളുടെ മതം കൊണ്ട് നിർവചിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതാൻ തുടങ്ങുന്നതോടെ, അതായത് യാഥാർത്ഥ്യം എന്ന് പറയുന്നതിൽ പ്രവർത്തിക്കുന്ന ഭിന്ന പ്രതലങ്ങൾ, അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതിൻ്റെ വിനിമയ ചരിത്രത്തെ റദ്ദാക്കിക്കൊണ്ട് സത്താപരമായ ഒരു ഏകതാബോധം ഒരു സമൂഹത്തിന് കൈവരുന്നതാണ് കമ്മ്യൂണലൈസേഷൻ എന്ന് പറയും. ഈ സത്താപരമായ ഏകതാബോധം ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാമ്രാജ്യത്വ ചരിത്ര വിജ്ഞാനവും പൗരസ്ത്യവാദവും അവയിൽ നിന്ന് സ്വാംശീകരിച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ദേശീയതാ പ്രസ്ഥാനവും വ്യവഹാരവും നിർമ്മിച്ചെടുത്ത ഭൂതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭൂതത്തെ കുടത്തിലടയ്ക്കാൻ പറ്റുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് പകരം നമ്മുടെ അതിൻ്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻസിനോടുള്ള ഒരു സമരം മാത്രമായി നമ്മുടെ ജനാധിപത്യ സമരത്തെ നാം ചുരുക്കിക്കൂടാ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എങ്കിൽ മാത്രമേ മതനിരപേക്ഷതയെ നമുക്ക് നമ്മുടെ കാലത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഈ സമരം ഏറ്റെടുക്കപ്പെട്ടു എന്ന് കാര്യമായിട്ടൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ 1-2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഈ ആശയം അവസാനിപ്പിക്കാം. ഇപ്പോൾ അമർത്യ സെൻ ഇന്ത്യയുടെ ഭൂതകാല നിർമ്മിതിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് 3 തരത്തിലുള്ള എക്സ്ക്ലൂഷൻസിന് പുറത്താണ് ഇന്ത്യയുടെ ഭൂതകാലം നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യൻ പാസ്റ്റ് ഓർ ഇന്ത്യൻ ട്രഡീഷൻ അത് നിർമ്മിക്കപ്പെട്ടതിൻ്റെ പുറകിൽ 3 തരം പുറന്തള്ളലുകളുണ്ട്. ഒന്ന്, ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവേതര മതപാരമ്പര്യം, ബുദ്ധമതടക്കം. ഇപ്പം ഇന്ത്യയെ ഉപനിഷത്തുകളുടെ നാട് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ശക്തിയിൽ നിങ്ങൾക്ക് ഇന്ത്യയെ ബുദ്ധൻ്റെ നാട് എന്ന് പറയാം. പക്ഷേ പറയില്ല, നമ്മളെവിടെയും പറയില്ല. ഉപനിഷത്ത് ഈ നാട്ടിൽ പ്രവർത്തിച്ചതിൻ്റെ 1000 മടങ്ങ് ശക്തിയിൽ ഈ നാട്ടിൻ്റെ കീഴ്ത്തട്ട് ജീവിതത്തിൽ ബുദ്ധമതം പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമല ധർമ്മശാസ്താവ് ബുദ്ധനിൽ നിന്ന് വന്നതാണ്. ശരണം വിളിയായിട്ടും അല്ലെങ്കിൽ വാവരായിട്ടും അയ്യപ്പൻ്റെ വിഗ്രഹ നിർമ്മാണ രീതി വരെ, ഐക്കണോഗ്രഫി വരെ ആയിട്ടും ബുദ്ധിസ്റ്റ് പാരമ്പര്യം അതിനകത്തുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടം എന്നുള്ള വാക്ക് മുതൽ എന്തെല്ലാം ബുദ്ധനായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ബുദ്ധൻ്റെ നാട് എന്ന് ഈ രാജ്യത്ത് ആരെങ്കിലും വിശേഷിപ്പിക്കാറുണ്ടോ? വാസ്തവത്തിൽ ബ്രാഹ്മിയും അതുപോലെ തന്നെ നളന്തയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിന് ഒരു ബലം കിട്ടിയത് തന്നെ. അതുവരെ ഇത് എന്താണ് ബുദ്ധമതത്തിൻ്റെ ഒരു സ്കോളർഷിപ്പിനകത്ത് മാത്രമാണ് ഇതിൻ്റെ ചരിത്രം നിന്നിരുന്നത്. ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനിലേക്ക് വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. പിന്നെ ഇന്ത്യയുടെ ഒരു ഹൈന്ദവ ഭൂതകാലത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നെഹ്റു ബോധപൂർവം ഈ ധർമ്മചക്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് 24 അരക്കാല് നമ്മുടെ ചർക്കയ്ക്ക് പകരം, ചർക്കയായിരുന്നല്ലോ അവിടെ, നെഹ്റു ഗാന്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്ന് വെച്ചാൽ ചർക്ക വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം 2ആയി പോവുമല്ലോ. മറിച്ച് ഈ ഗാന്ധിയോട് പറഞ്ഞാൽ അങ്ങനെയാണ്, ചർക്കയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ചർക്ക അപ്പുറത്തെ ചർക്കയാവുമല്ലോ.
അതുകൊണ്ട് ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ അങ്ങനെ ഗാന്ധിയെ സമ്മതിപ്പിച്ചു എന്നാണ് അതിനെക്കുറിച്ച് ഒരു വിവരം ഞാൻ വായിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ വന്നു. അതുപോലെ മറ്റേ അശോകൻ്റെ ധർമ്മസ്തംഭം വന്നു, സിംഹങ്ങൾ വന്നു. ആ സിംഹം ഇപ്പോൾ മാറി വേറെ സിംഹമായി കേട്ടോ. വർലൻ്റെ മുകളിൽ വേറെ അലർച്ചയാണ്, മൂപ്പർക്ക് പറ്റിയ അലർച്ച തന്നെയാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പണ്ട് വേറെ സിംഹമായിരുന്നു. മറ്റേ വള്ളത്തോൾ എഴുതുന്നുണ്ട്, ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഒരു തരം സിംഹമാണെന്ന് പറയുന്നുണ്ട്, ഗാന്ധിയെക്കുറിച്ച് എഴുതിയതാണ്. അത് ഈ സിംഹത്തിനും ചേരും, ശമം ശീലിച്ച സിംഹം എന്നിങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് ഒരു കൾച്ചറൽ കൗണ്ടർ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമങ്ങൾ അവിടെ നടന്നുവെങ്കിലും വാസ്തവത്തിൽ അത് ഫലിച്ചില്ല, ഇപ്പോഴും ഫലിച്ചിട്ടില്ല. രണ്ടാമത് അതിനേക്കാൾ കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഇസ്ലാമിനെ അപരവൽക്കരിച്ചത്, പേർഷ്യൻ സിവിലൈസേഷൻ അപരവൽക്കരിച്ചത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൽ എത്ര ആഴത്തിലാണ് പേർഷ്യൻ സിവിലൈസേഷൻ കൂടിക്കലർന്നത്. നമ്മുടെ സംഗീതത്തിൽ, നമ്മുടെ മിനിയേച്ചറിൽ, നമ്മുടെ ആർക്കിടെക്ചറിൽ, നമ്മുടെ ഡാൻസിൽ, നമ്മുടെ വസ്ത്രധാരണത്തിലൊക്കെ ഈ പേർഷ്യൻ സിവിലൈസേഷൻ അത്ര കൂടിക്കലർന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ റിച്ചാർഡ് ഏറ്റൺ പറയുന്ന ഒരു കാര്യമുണ്ട്, 12-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയോട് ബന്ധപ്പെട്ടതിൻ്റെ 100 മടങ്ങ് ബലത്തിൽ ഉത്തരേന്ത്യയും പേർഷ്യയും തമ്മിൽ ബന്ധമുണ്ട്. പേർഷ്യനേറ്റ് ഇന്ത്യ എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിനിട്ട പേര് തന്നെ. പക്ഷേ ഇന്ന് പേർഷ്യ എന്ന് പറഞ്ഞാൽ ഏതോ വിദേശ രാജ്യമാണ്. ഈ പേർഷ്യയിൽ നിന്ന് വന്ന വരെയാണ് ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ധൂളി ചിത്രം എന്നാണ് കേസരി പറയുന്നത്. നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഈ പേർഷ്യ, പക്ഷെ നമ്മൾ വരുന്നത് പേർഷ്യ അവിടെ എവിടെയാണെന്നാണ്. ഇങ്ങനെ എത്രയെങ്കിലും പാരമ്പര്യങ്ങളെ പുറന്തള്ളി എന്നുള്ളതാണ്. ഇപ്പോൾ സോപാന സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കെല്ലാം മനസ്സിലാവും. അതെന്താന്ന് പാടണവർക്ക് അറിഞ്ഞുകൂടാ, കേൾക്കണവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പേരിങ്ങനെ നിൽക്കുകയാണ്, കേരള സംഗീതം. എന്നാൽ സമയമായി അല്ലേ, വണ്ടി പോകും, അതാ പ്രശ്നം. പേർഷ്യൻ സംഗീതം പറഞ്ഞു തന്നാലുള്ള കുഴപ്പമതാ. ഞാൻ പെട്ടെന്ന് നിർത്താം. സോപാനം കേരളമാണെന്ന് പറയുന്നത് പോലെ കേരളത്തിലെ നമ്മുടെ യഹൂദ സ്ത്രീകൾ അവർ സവിശേഷമായൊരു പാട്ടുപാരമ്പര്യം ഉണ്ടാക്കി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കേരളത്തിലെ യഹൂദ സ്ത്രീകൾ തദ്ദേശീയമായൊരു ഗാനപാരമ്പര്യം ഉണ്ടാക്കുകയും കേരളത്തിൻ്റെ അതിസമ്പന്നമായൊരു ഗാന സംസ്കാരമായിട്ടത് മാറുകയും ചെയ്തു. ഒറ്റ ആളുടെ ഓർമ്മയിലില്ല, മറിച്ചിതുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ഒഴിവാക്കപ്പെട്ടു. ഇതാണ് അമർത്യാസൻ പറയുന്ന ഒരു കാര്യം. ഹൈന്ദവേതരമായ മതപാരമ്പര്യങ്ങളെ പൂർണ്ണമായിട്ടും ദേശീയമെന്ന പദവിയിൽ നിന്ന് ഒഴിവാക്കി. 2, തദ്ദേശീയമായ വിജ്ഞാന വൈഭവങ്ങൾ. ഓരോ സമൂഹവും നിർമ്മിച്ചെടുത്ത അറിവിൻ്റെ വലിയ വലിയ ലോകങ്ങളുണ്ട്. ആ അറിവിൻ്റെ വലിയ ലോകങ്ങളെ മുഴുവൻ നമ്മൾ ദേശീയമായിട്ട് കണ്ടില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയും, അജന്ത നാഷണൽ ആർട്ടായി, വർലി ട്രൈബൽ ആർട്ടായി. വാസ്തവത്തിൽ വർലിയിലെ ചിത്രകലയുടെ അതിൻ്റെ ജോമെട്രിക്കൽ ഫോംസ് ഇപ്പോഴും കണ്ടംപററി ഫാഷനിൽ അനുദിനം വരുന്നുണ്ട്. അജന്ത വന്നതിൻ്റെ 100 മടങ്ങ് വലിപ്പത്തിൽ വർലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യൻ ഫാഷൻ ഡിസൈനിങ്ങിൽ. പക്ഷേ വർലി ഇപ്പോഴും ട്രൈബൽ ആർട്ടാണ്, നിങ്ങളതിനെ നാഷണൽ എന്ന് വിളിക്കില്ല. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഭൗതികമായ വിജ്ഞാന പാരമ്പര്യങ്ങൾ. നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഗണിതം കേരളത്തിൽ നോക്കിയാൽ നിങ്ങൾ ശങ്കരൻ്റെ പേര് എല്ലാ പഞ്ചായത്തിലും കേൾക്കുമല്ലോ, എല്ലാ ദിവസവും കേൾക്കുമല്ലോ. സംഗമഗ്രാമമാധവൻ പൈയുടെ വാല്യൂ കണ്ടെത്തിയ ആളാണ്, അനന്തശ്രേണി കണ്ടെത്തിയ ആളാണ്. ലോക ഗണിതത്തോടൊപ്പം വയ്ക്കാൻ പറ്റിയ പേരാണ് 14-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിൽ ഈ സംഗമഗ്രാമമാധവൻ. ശങ്കരൻ്റെ പേര് പറയണ എൻ്റെ 1000 മടങ്ങ് ബലത്തിൽ പറയാം. നീലകണ്ഠ സോമയാജി, പടശ്ശേരി പരമേശ്വരൻ, എത്രയോ പേരുകൾ. പക്ഷേ ഇതൊന്നും നമ്മുടെ പാരമ്പര്യത്തിൽ വരില്ല. നമ്മുടെ രസവിജ്ഞാനം, തുരുമ്പിക്കാത്ത ഇരുമ്പ് കണ്ടെത്തിയ രസവിജ്ഞാനം, കാമസൂത്രം, അർത്ഥശാസ്ത്രം, വൃക്ഷായുർവേദം, എന്തെല്ലാം അറിവുകൾ, ഇതെല്ലാം മാർജിനലായി. നടുക്കെന്ത് വന്നു? ഉപനിഷത്ത് വന്നു. ഇതെന്താ കേസ് കിട്ടുന്ന ആളുകൾക്ക് അറിയാനും വയ്യ. ഞാൻ ഉപനിഷത്തിന് ആകമാനം അങ്ങ് ചീത്ത പറയല്ല കേട്ടോ, പക്ഷെ അത് പ്രവർത്തിച്ചതിൻ്റെ എത്രയോ മടങ്ങ് ശക്തിയിൽ നമ്മുടെ ഈ മെറ്റീരിയൽ നോളജ് നമുക്കുണ്ടായി. ഇങ്ങനെ ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങളെ, തദ്ദേശീയമായ വിജ്ഞാന വൈഭവങ്ങളെ, ഇന്ത്യൻ ഭൗതിക വിജ്ഞാനത്തെ, മൂന്നിനെയും തമസ്കരിച്ച് ബ്രാഹ്മണികമായ മതാത്മക ജ്ഞാനത്തെ ഭൂതകാലം എന്ന് നിർമ്മിച്ചെടുത്തിട്ടാണ് വാസ്തവത്തിൽ ആധുനിക ഇന്ത്യ ഉണ്ടായത്. ആ ആധുനിക ഇന്ത്യയുടെ ഈ നിർമ്മാണത്തിനുള്ളിലാണ് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന വേര് നിലനിൽക്കുന്നത്. ഈ വേരിനെ പൊട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രശ്നം. അതിനെ പൊട്ടിക്കാതെ നാം ഇതിൻ്റെ രാഷ്ട്രീയ മുഖങ്ങളോട് ഏത് നിലയ്ക്കെല്ലാം സമരം നടത്തിയാലും എത്രയൊക്കെ വിജയിച്ചാലും ഈ വേര് തുടരും. ഈ വേരാണ് അടിസ്ഥാന പ്രശ്നം.
അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ ചില ആളുകളുണ്ട്. ഇപ്പോൾ രാഹുൽ സാങ്കൃത്യായനെ പോലെ, കൊസാംബിയുടെ അച്ഛൻ ധർമാനന്ദ് കൊസാംബിയെ പോലെയൊക്കെയുള്ള ആളുകൾ അവർ ബൗദ്ധമായൊരു സമാന്തര സംസ്കാര പാരമ്പര്യത്തെ അന്ന് ഭാവന ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് അതൊന്നും കയറിയില്ല. അതെല്ലാം മാർജിനലായി അവസാനിക്കുകയാണ് ചെയ്തത്. താരാചന്ദിൻ്റെ ദേശീയതയുടെ ചരിത്രത്തിൽ ഈ ശ്രമമുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് ഹബീബിൻ്റെ പുസ്തകത്തിൽ ആ ശ്രമമുണ്ട്. അതൊക്കെ പക്ഷേ ഒറ്റ തിരിഞ്ഞ പ്രാദേശിക ശ്രമങ്ങളായി മാറിത്തീർന്നു. അതുകൊണ്ട് ആധുനികമായൊരു ജനാധിപത്യ ഭാവനയെ നമ്മുടെ ഭാവിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഈ 3 ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു സംയോജിതമായ കാര്യപരിപാടി ഉണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കേന്ദ്രത്തിൽ സംശയരഹിതമായും ഇന്ത്യൻ ദേശീയതാ വ്യവഹാരത്തിൻ്റെ അഴിച്ചുപണിയുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളോടുള്ള സന്ധിയില്ലാത്ത സമരമുണ്ട്. ഒപ്പം തന്നെ നിയോലിബറൽ മൂലധന താല്പര്യങ്ങളും ഫാഷിസവും തമ്മിലുള്ള ഐക്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചെറുത്തുനിൽപ്പുകളുമുണ്ട്. ഇവ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സമരമുഖം സൃഷ്ടിച്ചുകൊണ്ടല്ലാതെ വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എളുപ്പമല്ല. ഇതിപ്പോൾ ഒട്ടും എളുപ്പമല്ല. കാരണം ആഗോളമായ ഒരു വലതുപക്ഷ യുക്തി ശക്തിപ്പെട്ടു വരുന്നൊരു കാലമാണ് എന്നതുകൊണ്ട് പക്ഷേ നമുക്ക് ഈ ശ്രമങ്ങളെ മാറ്റിവെക്കാൻ പറ്റില്ല. ഇത്തരമൊരു ശ്രമത്തിൽ ഞാൻ ഈ പുസ്തകത്തെ കുറിച്ചുകൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരമൊരു ശ്രമത്തിൽ ഈ പുസ്തകത്തിനുള്ള സവിശേഷ പ്രാധാന്യം എങ്ങനെയാണ് അവബോധ നിർമ്മിതി വളരെ ആസൂത്രിതമായി ഒരു പ്രസാധനശാലയും ഒരു മാസികയും ചേർന്ന് എങ്ങനെയാണ് ആധുനിക ഇന്ത്യയുടെ അവബോധ നിർമ്മിതിയുടെ കേന്ദ്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്രാജ്യത്വ ചരിത്ര വിജ്ഞാനവും പൗരസ്ത്യ വിജ്ഞാനവും ചേർന്നുണ്ടാക്കിയ മതവൽക്കരിക്കപ്പെട്ട ഭൂതകാലത്തെ എങ്ങനെയാണ് പൊതുബോധത്തിലേക്ക് വലിയ തോതിൽ പ്രൊജക്റ്റ് ചെയ്യാൻ, സന്നിവേശിപ്പിക്കാൻ ഒരു പ്രസാധനശാലയ്ക്ക് കഴിഞ്ഞത് എന്നതിൻ്റെ അതിസമർത്ഥമായ വിശദീകരണമാണ് അക്ഷയമുകളുടെ ഈ പുസ്തകം. ആ നിലയിൽ അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ സോഴ്സ് ബുക്കുകളിൽ ഒന്നായിട്ട് കാണാവുന്നതാണ്. പക്ഷേ ഞാൻ കരുതുന്നത് നമ്മൾ കുറച്ചുകൂടി വേറെ നിലയ്ക്ക് ചെയ്യണം. അതെൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, അനുദിനമെന്നോണം പ്രവർത്തിക്കുന്ന, അനുഭവതലത്തിൽ പ്രവർത്തിക്കുന്ന ഈ പങ്കുവയ്പ്പുകളുടെ ചരിത്രത്തെ നാം പിന്നെയും പ്രൊജക്റ്റ് ചെയ്യണം. ഇപ്പം നമസ്തേ എന്ന് പറയുന്ന നമ്മുടെ കൈകൂപ്പിയുള്ള അഭിവാദന രീതി ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ വടക്കൻ മേഖലയിൽ ആണ് ആദ്യം രൂപപ്പെട്ടത് എന്നും അത് മധ്യേന്ത്യയിലേക്കും ഉത്തരേന്ത്യയിലേക്കും പിന്നീട് വന്നതാണെന്നും ഓഡ്രി ട്രൂഷ്കെ അവരുടെ അവസാന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിത പരിസരത്തുള്ള, നമ്മുടെ ഈ തുളസിത്തറ മധ്യേഷ്യയിൽ കാണാം എന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മഹാബലി ഈ പറയുന്ന അസീറിയൻ പുരാണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് എന്ന് പറയുന്ന എൻവിയുടെ വാദം, ഇങ്ങനെ അനുഭവതലത്തിൽ ഇതിൻ്റെ ആധികാരികതയെ സ്ഥാപിച്ചുകൊണ്ട് ഈ പങ്കുവയ്പ്പിൻ്റെ ചരിത്രത്തെ സ്ഥാപിച്ച്, കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ച കൃഷ്ണനെ പോലെ കാൽമടമ്പിൽ അമ്പുകൊണ്ട് ഒരു അക്കിലസ് മരിക്കുന്നുണ്ട് എന്നും, മകനെ ഉളിയെറിഞ്ഞു വന്ന തച്ചനെ പോലെ ഒരു തച്ചൻ പ്രാചീന ഗ്രീസിലുണ്ട് എന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ അനുഭവതലത്തിൽ ഇതിനെ അഴിച്ചു കളയുക എന്നുള്ള ഒരു ലാർജർ പ്രൊജക്റ്റ് ഏറ്റെടുത്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഈ രാഷ്ട്രീയ സമരങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടരും, അബോധത്തിലെ ഹിന്ദുത്വം പരുക്കൊന്നുമില്ലാതെ നിലനിൽക്കുകയും ചെയ്യും. അതിനെ മറികടക്കാനുള്ള വലിയ ശ്രമം നമ്മളെല്ലാവരും ചേർത്ത് നടത്തുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതിനിടയിൽ നമുക്കൊക്കെയുള്ള ചെറുതും വലുതുമായ തർക്കങ്ങളെ മറികടക്കാനുള്ള ആത്മബലവും മഹിമയും നമ്മൾ കൂടി കാണിക്കണം. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതനിരപേക്ഷവാദികൾക്കിടയിലുള്ള തർക്കം തീർന്നിട്ട് വേണമല്ലോ വർഗീയതയ്ക്കെതിരെ സമരം ചെയ്യാൻ. മതനിരപേക്ഷവാദികൾ ആരാണ് പരിശുദ്ധനെന്ന് തീരുമാനമായിട്ടില്ല. ഇപ്പോഴും പരിശുദ്ധിയുടെ അളവിങ്ങനെ എടുക്കുകയാണ്. ഫാഷിസ്റ്റുകൾ അങ്ങേറ്റത്തെത്തി, ഇനി ഒന്നും ബാക്കിയില്ല. എങ്കിലും നമുക്കിടയിൽ ഈ ശുദ്ധി പരിശോധന അവസാനിക്കാതിരിക്കുകയും നമ്മൾ ഈ ശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ബ്രാഹ്മണിക്കായ, ഞാൻ അതുകൂടി പറയും, ഈ സിദ്ധാന്ത ശുദ്ധി എന്നൊക്കെ പറയുന്നത് തികഞ്ഞ ബ്രാഹ്മണ്യവാദമാണ്. ആ ബ്രാഹ്മണിക്കായ ഒരു ശുദ്ധിബോധം വച്ച് പുലർത്തുകയും വികസിച്ചു വരേണ്ട ജനകീയമായ ഐക്യത്തെ നാനാനിലയിൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ തന്നെ ആത്മരതി അവസാനിപ്പിച്ച് നമ്മൾ ഏകീകൃതമായൊരു സമരമുഖത്ത് യോജിച്ച് നിൽക്കണം എന്നാണ് ഞാൻ കരുതുന്നത്.